ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയും പുറത്തു വന്നിരിക്കുകയാണ്. സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുന്നതല്ല, മറിച്ച് 41 ദിവസം പിന്നിട്ട സാഹചര്യത്തിൽ അവർ പുറത്തു വന്നിരിക്കുമ്പോൾ, തന്ത്രി പുറത്തു വരുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ SIT തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ നീക്കങ്ങളുടെയും പിന്നിൽ. അദ്ദേഹത്തിന് എതിരെയുള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ SITക്ക് സാധിക്കാത്തത് കൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇതിപ്പോ ആദ്യത്തെ വാർത്തയൊന്നുമല്ല. ഇതിനു മുൻപ് പലപ്പോഴായി പലരും പുറത്തു വന്നപ്പോഴും SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തു വരുന്നത് നമ്മൾ കണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ സാധിച്ചിരുന്ന തന്ത്രി കണ്ഠരര് രാജീവര് ആ ഒരു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീയുടെ ചൂട് കുറഞ്ഞപ്പോൾ തന്ത്രിയെ പതിയെ പുറത്തുവിട്ടിരിക്കുന്നു. വാർത്തയുടെ പ്രാധാന്യമൊക്കെ കുറഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ പതിയെ കോൺഗ്രസിന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ല, പക്ഷേ ഇത് ഒരിക്കലും തന്ത്രി പുറത്തിറങ്ങിയത് തന്ത്രി അവനെ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. തന്ത്രിക്കെതിരെ SIT അന്വേഷണ സംഘത്തിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ഇത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഈ സാധനം പോയിരിക്കുന്നത്. വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും SIT കൊടുക്കാറില്ല. SIT കിട്ടിയിരിക്കുന്ന തെളിവുകളൊന്നും കൊടുക്കാറില്ല. SIT അത് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കുറ്റപത്രം ഏറ്റവും അടുത്ത് തന്നെ വരും. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ, ഇദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും പുറത്തിറങ്ങി നടക്കുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സാക്ഷികളെ സ്വാധീനിക്കൽ അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കൽ പോലെയുള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇദ്ദേഹം കട്ടളപ്പാളി കേസിൽ 13ാം പ്രതിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ദ്വാരപാലക ശില്പ കേസിൽ അതുപോലെ തന്നെ 16ാമത് പ്രതിയോ മറ്റോ ആണ് കണ്ഠരര് രാജീവര്. അപ്പോൾ സ്വാഭാവികമായും തന്ത്രിയെ പുറത്തു വിടുമ്പോൾ, തന്ത്രിയെന്ന് മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളും പുറത്തു വരുമ്പോൾ ഈ പറയുന്നത് പോലെ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കുറ്റപത്രം സമർപ്പിക്കാതെ അല്ലെങ്കിൽ തെളിവുകൾ സമർപ്പിക്കാതെ ഇരിക്കുമ്പോൾ ഇവർ പുറത്തു വരുന്നത് കേസിന്റെ ആക്കം കുറക്കാൻ SIT കൂട്ടു നിൽക്കുന്നു എന്നല്ല നമുക്ക് പറയാൻ. ഒരിക്കലുമില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ SIT അന്വേഷണ സംഘം ഇത് നടത്തുന്നത് വെറുതെ അല്ല. കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് വിജിലൻസ് കോടതിയിൽ അടച്ചിട്ട മുറിയിൽ കേട്ട വാദമാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയാലും ED അന്വേഷണം നടക്കുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? ED അന്വേഷണം നടക്കുമ്പോൾ ഇവർക്കൊന്നും SIT കണ്ടെത്തിയിരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സാമ്പത്തിക തട്ടിപ്പല്ല. പക്ഷേ കേരളത്തിലെ ED എത്ര കേസുകൾ തെളിയിച്ചിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. ഹർഷ, നമ്മൾ പറയുന്ന പോലെ അല്ല. ഇത് കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച് 2 ജഡ്ജസിന്റെ നിരീക്ഷണത്തിലാണ്. ഇത് നാളെ SIT ഉദ്യോഗസ്ഥർക്ക് ആയിരിക്കില്ല കുറ്റം വരുന്നത്. കുറ്റപത്രം വരുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ ജഡ്ജസിനായിരിക്കും. നമ്മൾ ഈ പറയുന്ന പോലെ കേരളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമവ്യവസ്ഥ നീതിപീഠത്തിന് ഒരു വിലയില്ലേ? ഈ SIT അന്വേഷണ സംഘത്തെ പ്രതിപക്ഷം കുറ്റം പറയുമ്പോഴും അതിൻ്റെ മേൽ വെറും ഒരു അന്വേഷണ സംഘം അല്ലല്ലോ, 2 ജഡ്ജസ് ഇരുന്ന് അവർ തന്നെയല്ലേ ഈ തീരുമാനങ്ങൾ, അവരല്ലേ ഇത് രാജാ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു ജഡ്ജും മറ്റൊരു ജഡ്ജും കൂടെ ആണല്ലോ ഇതെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ ഈ കേസ് കോടതി നിരീക്ഷണത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ തന്ത്രി രക്ഷപ്പെട്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ തന്ത്രിയുടെ മേൽ ആരോപിക്കപ്പെടുന്ന കുറ്റമെന്ന് പറയുന്നത് ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ആ ക്ഷേത്രത്തിനകത്തുള്ള മുതൽ ആ ക്ഷേത്രം വിട്ട് പുറത്തു പോകാൻ പാടില്ല. കാര്യം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേഷൻ അവർക്കാണ് ഇതിൻ്റെ എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിലും അയ്യപ്പൻ്റെ ആ പറയുന്ന ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് മൈനറാണ്. ബാലനായ അയ്യപ്പൻ്റെ എല്ലാ കാര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പിന്നെ ആ കുടുംബത്തിനാണ്. കേരളത്തിലെ എല്ലാ ലോകത്തെവിടെയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളുടെ മെയിൻ അവകാശി എന്ന് പറയുന്നത് ഈ കുടുംബമാണ്. ഈ രാജീവർ എന്ന് പറയുന്ന തന്ത്രിക്കാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന രീതിയിൽ ആദ്യം കട്ടളപ്പാളി പോകുന്നു, പിന്നെ പുറത്തെ ശില്പങ്ങളിൽ നിന്ന് പാളി പോകുന്നു, കൊടിമരത്തിൽ നിന്ന് പോകുന്നു, എത്ര. അപ്പോൾ ഇതെല്ലാം അയ്യപ്പൻ്റെ സ്വത്താണ്. അയ്യപ്പൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന പോലെ എന്ന് പറയുന്നത് പോലെ അവിടുത്തെ സ്വത്ത് അവിടം വിട്ട് പോകാൻ പാടില്ല. ഇദ്ദേഹം മിണ്ടിയാലും ഇല്ലെങ്കിലും ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും അദ്ദേഹം മൗനാനുവാദം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് തെറ്റ്. അത് ഈ പറയുന്ന കേരളത്തിലെ അയ്യപ്പ ഭക്തരായിട്ടുള്ളവരല്ലെങ്കിൽ തന്നെയും നാനാജാതി മാസ്റ്റർക്ക് അറിയാം ഒരു ക്ഷേത്രത്തിന്റെ. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ കോടതി ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികളൊന്നും തന്നെയും തന്ത്രിയുടെ കീഴിൽ വരുന്ന കാര്യമല്ല, മറിച്ച് ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന കാര്യമാണ്. പൂജാ കാര്യങ്ങളും അതുപോലെ താന്ത്രികപരമായ കാര്യങ്ങളും മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ വരുന്നത്. ഇപ്പോൾ അങ്ങനെ പറയുമ്പോൾ അയ്യപ്പനിൽ നിന്നും അനുജ്ഞ വാങ്ങിയിട്ടാണ് ഈ പറയുന്ന ശബരിമലയിലേക്ക് ഈ പറയുന്ന കട്ടളപ്പാളി ഉൾപ്പെടെയുള്ള പലതും ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. അങ്ങനെ വിശ്വാസം വരുമ്പോൾ തന്ത്രി ആയിരിക്കണം ഈ പറയുന്നത് പോലെ ഒരു അനുജ്ഞ അയ്യപ്പനിൽ നിന്നും വാങ്ങിയിട്ടുണ്ടാവുക എന്ന് പറയുന്നുണ്ട്. അതാണ് പ്രധാനമായും തന്ത്രിക്കെതിരെ ആദ്യം വന്ന കേസ് എന്ന് പറയുന്നത്. നമ്മുടെ രാഹുൽ ഈശ്വർ വന്നിരുന്നുകൊണ്ട് വലിയ രീതിയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അങ്ങനെ തന്ത്രി അനുജ്ഞ വാങ്ങിയോ എന്ന് അയ്യപ്പന്റെ അടുത്ത് പോയിട്ട് SITക്ക് ചോദിക്കാൻ സാധിക്കില്ലല്ലോ എന്ന്. അത് മറ്റൊരു ഭാഗമാണ്. കാരണം തന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയ്യപ്പൻ അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് തന്ത്രി പറഞ്ഞാൽ അവിടെ മറ്റൊരു ചോദ്യം ചെയ്യൽ സാധ്യമല്ല എന്നുള്ളതാണ്. കൃത്യമായ തെളിവുകൾ നൽകാതെ വിശ്വാസം മാത്രം വെച്ചുകൊണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിടാൻ സാധിക്കില്ല. പക്ഷെ അപ്പോഴും നമ്മൾ ചിന്തിക്കണം, 41 ദിവസം മണ്ഡലകാലം ഇദ്ദേഹം ജയിലിലായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി അയ്യപ്പന്റെ ഒരു കൈ അതിന് പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മറ്റൊരു യാഥാർത്ഥ്യം.
ആണല്ലോ. തീർച്ചയായിട്ടും 41 ദിവസത്തെ മണ്ഡലകാല പൂജ തീർന്നു കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന വ്യക്തി ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതെ. ഹർഷയ്ക്ക് അറിയാവൂല്ലേ എന്നറിയില്ല, ഹർഷയുടെ കേട്ടറിവെങ്കിലും ഉണ്ടാവും. പുറപ്പെടാ ശാന്തിമാരാണ് അവിടെ ഈ ശബരിമലയിൽ മാസം ഈ വരുന്ന മണ്ഡലകാലം പൂജ ചെയ്യുന്നത്. അതായത് അവർ വീട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് വന്ന 1 വർഷക്കാലം അവർ ഈ ശബരിമലയിൽ തന്നെ ഉണ്ടാകും. ഇവർ കുടുംബക്കാരാണ്. ഈ പറയുന്ന തന്ത്രി കുടുംബമാണ് ശബരിമലയുടെ മേൽനോട്ടം. അപ്പോൾ ഈ പറയുന്നത് ഞാനും കേട്ടതാണ്. ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് മണ്ടത്തരമാണ്. അനുജ്ഞ അയ്യപ്പൻ കൊടുത്തോ ഇല്ലേ എന്നുള്ള അദ്ദേഹത്തിന്റെ അമ്മാവനാണ്. അമ്മാവനോട് പോയി ഇദ്ദേഹം രഹസ്യമായി ചോദിക്കട്ടെ, ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അതൊക്കെ എന്ത് വിഡ്ഢിത്തരമാണെന്ന് ആലോചിച്ച് നോക്കുക. ഒരു ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ ഈ പറയുന്ന ഈ പറയുന്ന വിഗ്രഹവും അതിനെ പൂജ ചെയ്യുന്ന തന്ത്രിയും അത് അനുജ്ഞ വാങ്ങിയോ കൊടുത്തോ, ഇതൊക്കെ എന്ത് മണ്ടത്തരമാണ് ചോദ്യം. പൂജയ്ക്ക് വരുന്ന പൂ വാങ്ങുന്നത് ഞാനല്ല, ദേവസ്വം ബോർഡാണ് തീരുന്നത്. പിന്നെ എന്തിനിങ്ങനെ ഒരു തന്ത്രി അവിടെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ED അന്വേഷണത്തിൽ ഈ കാണുന്ന ഈ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പോറ്റിയും ഇദ്ദേഹം തമ്മിൽ കൂട്ടുകച്ചവടം നടത്തിയതിന്റെ തെളിവുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ ഇപ്പൊ അനുജ്ഞയുടെ കാര്യം പറഞ്ഞു, അനുജ്ഞ വാങ്ങിയോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ എന്തിന് ഇദ്ദേഹം തന്ത്രിയായിട്ട് അയ്യപ്പന്റെ പിതൃത്വമാണ്, അയ്യപ്പന്റെ പിതൃത്വമാണ് അത് ഇദ്ദേഹത്തിന്. പിന്നെ എന്തിനാ പദവിക്ക് അദ്ദേഹം അവിടെ ഇരിക്കണം? ആ ചോദ്യം ഇവിടെ ചോദിക്കേണ്ടതല്ലേ? എങ്കിൽ പിന്നെ ഈ പറയുന്ന രീതിയിൽ സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ ഈ നട ഞാൻ അടയ്ക്കും എന്ന് പറയാൻ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യത? ഇവിടെ ഞാൻ സ്ത്രീകളെ കേട്ടില്ല, ഈ നട ഞാൻ അടയ്ക്കും എന്ന് പറയാൻ ഈ തന്ത്രിക്ക് എന്ത് യോഗ്യത? പറയും, നിങ്ങൾ പറ. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പോൾ ഒരേ സമയം 2 ഇത് രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കളവാണിത്. ഞാൻ ചോദിട്ടെ, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന് ഒരു മൺതരിയെങ്കിലും ഈ തന്ത്രിയോട് അനുകമ്പ, തന്നെ പൂജിക്കുന്ന ഒരു തന്ത്രിയാണ് എന്ന് ഭഗവാന് തോന്നിയിരുന്നെങ്കിൽ 41 ദിവസത്തെ മണ്ഡല പൂജ നടക്കുന്ന ആ കാലയളവിൽ 41 ദിവസം ജയിലിൽ കിടന്നിട്ടില്ല ഇതേ ഇറങ്ങി. തീർച്ചയായിട്ടും. അപ്പോ ഈശ്വര വിശ്വാസികൾ ഉണ്ടാവാം, ഈശ്വര വിശ്വാസികൾ ഇല്ലാതാവാം. നമ്മൾ ഈ പറയുന്നത് പോയി പണി നോക്കടാ എന്ന് പറയുന്നവരുണ്ടാവാം, അനുജ്ഞയെ പറയുന്നവരുണ്ടാവാം. പക്ഷെ ഓരോ ജാതിക്കും ഓരോ മതത്തിനും അവരുടെ വിശ്വാസങ്ങളും പ്രമാണങ്ങളും വലുത് തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഹൈക്കോടതി ജഡ്ജസിന്റെ ഓരോ ചോദ്യങ്ങളും. ഈ SIT അന്വേഷണ സംഘത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിന് മറുപടി അവർ പറയുന്നത്. അതുകൊണ്ട് തന്ത്രി രക്ഷപ്പെട്ടെന്നൊന്നും ആരും കരുതണ്ട, ഒരിക്കലുമില്ല. തന്ത്രി ഒന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. ഹർഷ, ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് കോടതിയുടെ ബാധ്യതയാണ്, SITയേക്കാളും കോടതിയുടെ ബാധ്യതയാണ് ഈ പറയുന്ന ലൂപ്പ് ഹോൾസ് ഇല്ലാതെ ഒരു കുറ്റപത്രം ഉണ്ടാക്കുക എന്നുള്ളത്. കാര്യം കോടിക്കണക്കിന് ഭക്തരുടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടത് ചില്ലറ കാര്യമല്ല. അപ്പൊ നമുക്ക് കാത്തിരിക്കാം. തന്ത്രി രക്ഷപ്പെട്ടിട്ടില്ല, 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ട ഇന്ന് ദേവസ്വം ബോർഡ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, തട്ടുകടയാണോ ദേവസ്വം ബോർഡ്? തട്ടുകടയാണോ? ഇന്ന് വേണമെങ്കിൽ പെട്ടിക്കടയാണോ? പെട്ടിക്കട എത്ര? ഹർഷ, ഞാൻ തിരുവനന്തപുരത്ത് ഇനി ജീവിക്കുന്ന ഒരാളാണ്, തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ ദേവസ്വം ബോർഡ് ഓഫീസിൽ ഒന്നും പോയിട്ടില്ല. ദേവസ്വം ബോർഡ് ഓഫീസ് പറഞ്ഞ കൈക്കൂലിമയമാണ്, തൊട്ടതിനും പിടിച്ചതിനൊക്കെ കൈക്കൂലിമയമാണ്. ഞാൻ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ പ്രസ്തുത ഓഫീസിൽ പോകേണ്ട എനിക്ക് എൻ്റെ ജോലി ഭാഗമായി ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് പറഞ്ഞു വെക്കാം, ഈ ജാമ്യ വ്യവസ്ഥയിൽ ഇറങ്ങി എന്ന് പറഞ്ഞ് ചേട്ടന്മാരൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ED നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ED കുറ്റം. അവിടെ മറ്റൊരു വശവും കൂടെയുണ്ട്. കേന്ദ്രം ഭരിക്കുന്നത് ഈ പറയുന്ന രീതിയിൽ സന്യാസിക്ക് തുല്യമായ ഒരു പ്രധാനമന്ത്രി, സന്യാസിക്ക് തുല്യമായ പ്രധാനമന്ത്രി അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, പറഞ്ഞോ പറയാതെയോ വെച്ചിട്ടുണ്ട്. അത് അവരുടെ കൂടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ അയ്യപ്പന്റെ മേൽ വലിയ കമ്മ്യൂണിസ്റ്റുകാർക്ക് അയ്യപ്പനോട് ഭക്തി ഉണ്ടാവാം, മുഖ്യമന്ത്രിക്ക് ഭക്തി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും നമുക്ക് നോക്കാം. തന്ത്രി രക്ഷപ്പെടില്ല. ഒരു 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 എന്താ പറയാ, എനിക്ക് പറയാൻ പാടണമെന്നറിയില്ല. ഇതിൽ മോഷ്ടിച്ച കള്ളന്മാർ ഒറ്റ ഒരുത്തനെയും വെറുതെ വിടില്ല. തെളിവുണ്ടാവും. കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നമുക്ക് കാണാം.